ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഒരു റോഡ് ട്രിപ്പിലാണ്. ഈ റോഡ് ട്രിപ്പിന്റെ പേര് NC500 എന്നാണ്. അതായത് നോർത്ത് കോസ്റ്റ് 500. അതായത് സ്കോട്ട്ലാൻഡിലെ നോർത്തേൺ പാർട്ട്, അതായത് UK മെയിൻലാൻഡിലെ നോർത്തേൺ പാർട്ട് മൊത്തം, നോർത്തേൺ കോസ്റ്റ് മൊത്തം കവർ ചെയ്യുന്ന ഒരു 500 മൈലിന്റെ ട്രിപ്പാണ് നോർത്ത് കോസ്റ്റ് 500. അപ്പം ഇത് തുടങ്ങുന്നത് ഇൻവെർണസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വെച്ചിട്ടാണ്. നമ്മുടെ എഡിൻബറയിൽ നിന്ന് ഏകദേശം 3 മണിക്കൂറുണ്ട് ഇൻവെർണസിലേക്ക്. അപ്പോൾ നമ്മൾ ഇൻവെർണസിലെത്തി ഒരു 3 ഡേ ട്രിപ്പാണ്. സാധാരണ ആൾക്കാർ ഇതൊരു 7 ഡേ ട്രിപ്പും ഒരു വീക്ക് ട്രിപ്പൊക്കെയാണ്, അല്ലെങ്കിൽ 10 ദിവസത്തെ ട്രിപ്പൊക്കെ ആയിട്ടാണ് പോകാറ്. നമുക്ക് 3 ദിവസം ലീവ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് 3 ദിവസം കൊണ്ട് കവർ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പം ഇൻവെർണസിലെത്തി, പിന്നെ നമ്മൾ 2 സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്. 3-ാം ദിവസം നമ്മൾ തിരിച്ച് ഇൻവെർണസിലെത്തി. അത് കഴിഞ്ഞിട്ട് എഡിൻബറയിലേക്ക് റിട്ടേൺ ചെയ്യാനാണ് പരിപാടി. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ TCS കൊളീഗ്സ് ആണ്. ഹലോ 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 ഹലോ. അപ്പോൾ നമുക്ക് ഇൻവെർണസിൽ എത്തിയിട്ട് കാണാം ബാക്കി വിശേഷങ്ങൾ. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗായ്സ്, അങ്ങനെ ഞങ്ങളുടെ വണ്ടി ഇതാ വഴിയിൽ വെച്ച് കേടായി. ഇൻവെർണസ് എത്തുന്നതിന് മുന്നേ തന്നെ കേടായി. ഒരു ഓട്ടോമാറ്റിക് വണ്ടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് ലോഡ് കൂടിയതുകൊണ്ടുള്ളൊരു സ്ട്രഗ്ലിംഗ് ആണെന്ന് വിചാരിച്ചു. പക്ഷേ എന്തൊക്കെയോ സിസ്റ്റം ഫോൾട്ടൊക്കെ വന്നു. അപ്പോൾ ഞങ്ങളിതാ ഈ ഇൻഷുറൻസുകാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊരു കർട്ടസി കാർ തരും എന്നാണ് വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോയി എഡിൻബറ എത്തിയിട്ട് വേറെ ഏതെങ്കിലും ഒരു കാർ എടുത്തിട്ട് തിരിച്ചു വരാനുള്ള പരിപാടിയിലാണ്. അപ്പം ഏതായാലും കുറച്ച് വ്യൂ പോയിന്റ്സ് എന്തിനാലും മിസ്സാവും. അപ്പോൾ അറിയില്ല ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോണെന്ന്. ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങളുടെ ജേർണി ഇടയ്ക്ക് വെച്ച് ഒരു കാറിൻ്റെ ഒരു ചെറിയ പ്രശ്നം കാരണം ഞങ്ങൾ തിരിച്ച് എഡിൻബറയിലേക്ക് പോകേണ്ടി വന്നു. അപ്പം എഡിൻബറ വരെ എങ്ങനെയൊക്കെയോ കാർ എത്തിച്ചു, കുറച്ചൊക്കെ തള്ളൻ്റെയൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മറ്റേ റോഡ് സൈഡ് അസിസ്റ്റൻസിനെ വിളിച്ച് അത് ടൗവേക്കും കൊണ്ട് കൊടുത്തു. പിന്നെ ഞങ്ങൾ എഡിൻബറയിൽ പോയിട്ട് വേറൊരു കാർ എടുത്തിട്ട് ഞങ്ങളിതാ ഞങ്ങളുടെ NC500 ട്രിപ്പ് റെസ്യൂം ചെയ്യാണ്. അപ്പോൾ അത് പോണ വഴിക്ക് ഒരു സ്പോട്ടിൽ ലഞ്ചൊക്കെ കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ ഇന്ന് ഏകദേശം കുറേ സ്പോട്ടുകൾ നമുക്ക് മിസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ നേരെ നമ്മൾ എയർബിഎൻബിയിലേക്ക് പോയിട്ട് അവിടുന്ന് സെറ്റിലായി നാളെ ഈ മിസ്സാവുന്ന ഏരിയാസും അതുപോലെ തന്നെ സ്പോട്ട്സും കവർ ചെയ്യാനാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഇനി നേരെ എയർബിഎൻബിയിലേക്ക് സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും സ്പോട്ടിൽ ഇന്ന് കയറും. അങ്ങനെ ഞങ്ങളിതാ ഞങ്ങളുടെ ആക്ച്വൽ NC500 സ്റ്റാർട്ടിങ് ലൊക്കേഷനായിട്ടുള്ള ഇൻവെർണസിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇൻവെർണസിലെത്തി ഞങ്ങൾ ഫ്യൂവൽ അടിച്ചു. കാരണം ഹൈലൻഡ്സിൽ പോകുമ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്യൂവൽ പമ്പ്സും റെസ്റ്റോറൻറ്റ്സും അങ്ങനത്തെ ഗ്രോസറി ഷോപ്പുകളൊക്കെ വളരെ കുറവായിരിക്കും. കാരണം ഒന്നാമത് പോപ്പുലേഷൻ കുറഞ്ഞിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ എവിടെ വെച്ചിട്ടെങ്കിലും ഫ്യൂവൽ പമ്പ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ മാക്സിമം നമ്മൾ ഫുൾ ടാങ്ക് അടിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഞങ്ങളിതവിടെ ടെസ്കോന്ന് ഫുൾ ടാങ്ക് അടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എത്ര കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഞങ്ങളുടെ NC500 ആക്ച്വൽ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങളുടെ എയർബിഎൻബിയിലേക്ക് പോകാനാണ് പരിപാടി. ഞങ്ങളിപ്പോൾ ഉള്ളത് ഡൺറോബിൻ കാസിലിൻ്റെ മുന്നിലാണ്. അപ്പോൾ ഇത് NC500 ഒരു സ്പോട്ടുണ്ട്, ഡൺറോബിൻ കാസിൽ. അപ്പം ഇത് ഇപ്പോൾ അടച്ചു കിടക്കാമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ടൈം കഴിഞ്ഞതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ കയറി പോകാമെന്ന് വിചാരിച്ചു. ഏതായാലും നല്ലൊരു കുഴപ്പമില്ലാത്തൊരു കാസിലാണ്. നല്ലൊരു മോഡേൺ ടച്ചുള്ളൊരു കാസിലാണ്. അത്ര പഴയതായിട്ട് തോന്നുന്നില്ല, എന്നാലും കൊള്ളാം. അങ്ങനെ ഞങ്ങൾ ഇതാ എയർബിഎൻബിയിൽ എത്തിയിരിക്കുകയാണ്. ഇത് അത്യാവശ്യം നല്ലൊരു എയർബിഎൻബി, ഒരു ഫുൾ വീടുണ്ട് നമുക്ക്. 3 ബെഡ്റൂം,
ഒരു 1.5 ബാത്റൂം, പിന്നെ കിച്ചൺ ഉണ്ട്, 2 കിച്ചൺ ഉണ്ട് കേട്ടോ, 2 കിച്ചൺ, വലിയ ഹാള്, നല്ലൊരു എയർബിൻബി ആണ്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇതാ ഇവിടെ പാചക പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. അഭിഷേക് ചോറിൻ്റെ പരിപാടിയൊക്കെ നോക്കുന്നു. ശേഷ് ബ്രോ കട്ടിങ് എക്സ്പേർട്ട്. അപ്പം ഇന്നിനിപ്പോൾ ഞങ്ങളിതാ ജസ്റ്റ് എന്തെങ്കിലും ഡിന്നർ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കിടന്നുറങ്ങി രാവിലെ എണീറ്റ് ഇത് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോകും. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. അപ്പം നാളത്തെ NC500 ബാക്കി ഭാഗങ്ങൾ കാണാം. ഹലോ ഗൈസ്, അങ്ങനെ NC500 ട്രിപ്പിൻ്റെ 2ാമത്തെ ദിവസം ഇവിടെ തുടങ്ങിയാണ്. അപ്പോൾ ഇന്നലെ നമ്മളെ ഈ ബ്രേക്ക് ഡൗൺ കാരണം കുറച്ച് പോയിൻറ്റ്സ് ഒക്കെ മിസ്സായി. അപ്പോൾ ഇന്ന് ആ ഒരു 2-3 പോയിൻറ്റ്സ് ഉണ്ട്. അതായത് ഒരു സൈൻ പോസ്റ്റ് ഉണ്ട്, ജോൺ ഓഫ് ഗ്രോഡ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സൈൻ പോസ്റ്റ് ഉണ്ട്, നോർത്ത് വെസ്റ്റ് സൗത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞ സൈൻ പോസ്റ്റ് ഉണ്ട്. പിന്നെ ഡൺഹെഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അതാണ് നോർത്തേൺ പോസ്റ്റ് പോയിൻറ്റ് ഇൻ മെയിൻലാൻഡ് ഓഫ് UK. ഈ 2 പോയിൻറ്റ്സ് നമ്മൾ ഇന്നലെ കവർ ചെയ്യേണ്ടായിരുന്നു. ആ 2 പോയിൻറ്റ്സ് കവർ ചെയ്തിട്ട് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്ത സ്മൂക്ക് കേവ്, ഡേർണസ് ബീച്ച് അങ്ങനെയുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാഴ്ചകൾ കാണാം. അങ്ങനെ ഞങ്ങൾ ജോൺ ഓഫ് ഗ്രോഡ്സ് എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, വളരെ നേരത്തെ ആയതുകൊണ്ടായിരിക്കണം. അപ്പോൾ ഞങ്ങളിത് ആ ഒരു സൈൻ ബോർഡിലേക്ക് നടക്കുകയാണ്. വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു സൈൻ ബോർഡാണ് UK-യിലുള്ളത്. അപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ് ഞങ്ങൾ. ഈ ബാക്കിൽ കാണുന്നതാണ് ജോൺ ഓഫ് ഗ്രോഡ്സിലെ ഞാൻ പറഞ്ഞ ആ ഒരു സൈൻ പോസ്റ്റ്. ഇവിടെ നമുക്ക് കാണാം ന്യൂയോർക്ക് 3230 മീറ്റർ മൈൽസ് ആയിരിക്കും, എഡിംബ്ര 273 മൈൽസ്, അതുപോലെ തന്നെ ഓർക്കനി, അങ്ങനെ പല പല സ്ഥലങ്ങൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏതായാലും നമ്മളൊരു എന്താ പറയുക UK-ൻ്റെ ഒരു എഡ്ജിൽ എത്തിയതുകൊണ്ട് ഇവർ മാർക്ക് ചെയ്തിരിക്കുകയാണ് ഏത് ഡയറക്ഷനിലേക്കാണ് ഈ ഫേമസ് സിറ്റികളും അതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് എത്ര ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു ബോർഡാണിത്. അതിൽ നല്ലൊരു സ്പോട്ട്, നല്ല തണുപ്പുണ്ട് കേട്ടോ. ആക്ച്വലി ഭയങ്കര നോർത്തേൺ പാർട്ട് ഓഫ് UK ആയതുകൊണ്ട് 4-5 ഡിഗ്രിയൊക്കെ ഇവിടെ ഇപ്പം ടെമ്പറേച്ചറുള്ളൂ. ഏതായാലും കൊള്ളാം, നല്ല സ്ഥലം, അധികം തിരക്കൊന്നുമില്ലാത്തതുകൊണ്ട് നല്ലൊരു രസമുണ്ട് കാണാൻ. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഡണ്ണറ്റ് ഹെഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതാണ് UK മെയിൻലാൻഡിൻ്റെ നോർത്തേൺ മോസ്റ്റ് പോയിൻറ്റ്. അപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞ് മുകളിൽ കാണുന്നതൊക്കെ ഓഷ്യനാണ്. പിന്നെ നേരെ ഓപ്പോസിറ്റ് ഒരു ഐലൻഡ് കാണുന്നുണ്ട്, പക്ഷേ അത് UK മെയിൻലാൻഡിലല്ല, UK-ൻ്റെ തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്, നല്ലൊരു സ്പോട്ടാണ്. പക്ഷേ തണുപ്പ് നല്ല സ്ട്രോങ് ആണ്, ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്. അപ്പം ഈ 2 പോയിന്റ്, അതായത് ജോൺ ഓഫ് ഗ്രോഡ്സും ഡണ്ണറ്റ് ഹെഡ് ആയിരുന്നു ഇന്നലെ നമ്മൾ കവർ ചെയ്യേണ്ട പോയിന്റ്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഇത് കവർ ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ഏതായാലും ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കട്ടെ എന്തൊക്കെയുണ്ടെന്ന്. ഞങ്ങളിതാ നമ്മുടെ സ്മൂക്ക് കേവ് എന്ന് പറഞ്ഞ അടുത്ത പോയിന്റ് പോണ വഴിക്ക് ഒരു നല്ലൊരു ബീച്ചും ബാക്കിലൊരു ഐലൻഡുള്ളൊരു നല്ല സ്പോട്ട് കണ്ടപ്പോൾ നിർത്തിയാണ്.
NC500 ഇതിങ്ങനെ ഇപ്പം ഞാൻ നിൽക്കുന്ന പോലത്തെ ഒരുപാട് കിടിലം സ്പോട്ടുകളുണ്ട്. ഒരു രക്ഷയില്ലാത്ത പ്രകൃതി ഭംഗിയാണ്. ഇതാ കാണിച്ചു തരാം. ഈ സ്കോട്ട്ലൻഡിലും ഐൽ ഓഫ് സ്കൈയിലും അങ്ങനെ ഇതേപോലെ NC500 പോകുന്ന വഴിക്ക് മൊത്തം നമുക്കൊരു മഞ്ഞ കളറ് പൂവ് കാണാൻ പറ്റും. അപ്പോൾ ആ പൂവിൻ്റെ ഒരു ചെറിയൊരു ഏരിയയിൽ കൂടെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏതൊരു സീസൺ ആകുമ്പോൾ ഉണ്ടാകുന്നൊരു പൂവാണ്. ഏതായാലും നല്ല രസമുണ്ട് ഇത് കൂട്ടത്തോടെ ഉണ്ടായി നിൽക്കണം കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ സ്മൂക്ക് കേവ് എന്ന് പറഞ്ഞൊരു അട്രാക്ഷൻ്റെ അടുത്തുള്ള ഒരു ഫിഷ് ആൻഡ് ചിപ്സ് ഷോപ്പിൽ നിർത്തിയതാണ്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഫുഡും ഫ്യൂവലും ഗ്രോസറീസും ഈ ഒരു ഹൈലാൻഡ്സിലേക്ക് അങ്ങോട്ട് ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാൻ. അപ്പം അതുകൊണ്ട് മാക്സിമം നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കരുതണം, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എയർബിഎൻബിയിൽ നിന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു ഉപദേശം ഈ ഒരു ട്രിപ്പിന് വരുമ്പോൾ. ഞങ്ങളിപ്പോൾ ഉള്ളത് സ്മൂക്ക് കേവിലാണ്. അപ്പോൾ സ്മൂക്ക് കേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ NC500 ഏറ്റവും മെയിനായിട്ടുള്ളൊരു സ്പോട്ട് തന്നെയാണ്. അതായത് ഒരു ചെറിയൊരു ഗുഹ, ചെറുതല്ല അത്യാവശ്യം വലിയൊരു ഗുഹ. അപ്പോൾ ഞാനിത് പണ്ടേ സ്കോട്ട്ലൻഡ് വന്നപ്പോൾ സമയം തൊട്ട് ഞാനിതിനെപ്പറ്റി കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴാണൊന്ന് വരാൻ പറ്റിയത്. അപ്പോൾ ഞങ്ങൾ ഏതായാലും കാറ് പാർക്ക് ചെയ്തിട്ട് സ്മൂക്ക് കേവിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നടക്കാനുള്ളൂ തോന്നുന്നു. സ്റ്റെപ്സാണ്, അധികം നടക്കാനില്ല, പക്ഷേ കുത്തനുള്ള സ്റ്റെപ്സാണ്. ഇതാ എൻ്റെ പിറകിൽ കാണുന്നതാണ് ഈ സ്മൂക്ക് കേവ് എന്ന് പറഞ്ഞത്. ഇത് ആക്ച്വലി കൊള്ളാം കേട്ടോ. നല്ലൊരു എന്താ പറയുക, ഒരു ചെറിയൊരു വാലി. ആ വാലീൻ്റെ നമ്മുടെ അഞ്ചുരുളി ഇല്ലേ, മൂന്നാറിൻ്റെ അടുത്തുള്ള അഞ്ചുരുളീൻ്റെ ഏകദേശം ഒരു ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ. കാരണം ആ ഒരു ഗുഹേൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന പോലെ തോന്നും. പിന്നെ ഒരു രണ്ട് സൈഡിലൊരു ചെറിയൊരു വാലി പോലെ ഉണ്ട്. ഏതായാലും കൊള്ളാം, കാണാൻ നല്ല രസമുണ്ട്. ഞാനിപ്പം സ്മൂക്ക് കേവിൻ്റെ ഉൾവശത്താണുള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് 17 പൗണ്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു റിവർ പോലത്തെ എന്തോ ഒരു സാധനം ഒഴുകുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടെ ഒരു ചെറിയൊരു ബോട്ട് റൈഡ് ഉണ്ട്. അപ്പം അത് നല്ലതാണെങ്കിൽ നമ്മൾ കയറും. നമ്മളേതായാലും അതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും കൊള്ളാം, സ്ഥലം കൊള്ളാം. അതായത് തന്നെ നല്ലൊരു രസമുണ്ട്. നമ്മുടെ അത്യാവശ്യം വലിയ ഹൈറ്റിൽ ഉള്ളൊരു ഇതാണ്. മുകളിലൊരു ചെറിയൊരു ഓട്ടയൊക്കെ കാണാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കേവ് തന്നെയാണ്.
അങ്ങനെ സ്മൂക്ക് കേവ് കണ്ടു കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് ആ സ്റ്റെപ്പുകളൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇപ്പോൾ ഏകദേശം 4 മണിയായി. ഇന്ന് വെതർ അത്ര സുഖമില്ല, അതുകൊണ്ട് എത്ര പോയിൻറ്റ്സ് നമുക്കിനി കവർ ചെയ്യുന്ന അറിയില്ല. ഏതായാലും ഡർണസ് ബീച്ചാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഡേർണസ് ബീച്ചിലാണ്. ഡേർണസ് ബീച്ചും നല്ല ബ്യൂട്ടിഫുൾ സ്പോട്ടാണ്. നല്ല മൗണ്ടൻസും അതുപോലെ തന്നെ നല്ല തിരയുള്ള ഓഷ്യനും. തിരയുണ്ട്, പക്ഷേ നല്ല നീല കളർ ക്ലിയർ വാട്ടറാണ്. ഇതിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഈ ഒരു അറ്റം വരെ ഡേർണസ് ബീച്ചാണ്. ആക്ച്വലി നല്ല അടിപൊളി സ്പോട്ടാണ്. പക്ഷേ ഇവിടെ വെള്ളത്തിൽ കളിക്കുന്ന ആൾക്കാരും കടലിൽ കളിക്കുന്ന ആൾക്കാരെയും ഒന്നും തീരെ കാണുന്നില്ല. മേ ബി വെതർ കൊണ്ടായിരിക്കും. അതായത് നല്ല ബ്യൂട്ടിഫുൾ സ്പോട്ടാണ്. ഹലോ ഗൈസ്, അപ്പോൾ ഇത് ഞങ്ങളുടെ 3rd ഡേ ആണ് NC500-ൻ്റെ. ഞങ്ങൾ ഇന്നലെ രാത്രി ലേറ്റായി എത്തിയപ്പം, അതുകൊണ്ടാണ് രാത്രി ഞങ്ങളുടെ എയർബിഎൻബി എങ്ങനെയാണെന്നും എയർബിഎൻബിയുടെ ആ സ്പോട്ടും കാണിക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ രാവിലെ എണീറ്റ് കാണിക്കുകയാണ്. ഞങ്ങളുടെ എയർബിഎൻബിയിൽ നിന്ന് നേരെ കാണുന്ന സ്പോട്ടാണ് ഇപ്പം, വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ബാക്കിൽ കാണുന്ന ഈ ഒരു ചെറിയ വീടാണ് ഞങ്ങളുടെ എയർബിഎൻബി. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പായിരുന്നു. മുറികളൊക്കെ ചെറുതായിരുന്നു, പക്ഷേ ഈ വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നേരെ മുന്നേ തന്നെ ഒരു ലേക്ക്, മൗണ്ടൻസ്, പിന്നെ എന്തൊക്കെയോ ബോട്ടിംഗ് പരിപാടി എന്തൊക്കെയോ ഉണ്ട്. അടിപൊളി ഒരു സെറ്റപ്പ് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ച്, അതായത് ബാക്കി ഇൻവെർണസ് വരെയുള്ള ബാക്കി NC500 റൂട്ട് കവർ ചെയ്യാനാണ് പരിപാടി. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ജേർണി ഇവിടെ ആരംഭിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് കോഗ് വ്യൂ പോയിന്റിലാണ്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്കാണ്, അതായത് ഇൻവെർണസിലേക്ക് പോണ വഴിയാണ്.
അപ്പം അവിടെ നിന്ന് നമുക്കിത് ഈ ബാക്കിൽ കാണുന്ന ഐലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐൽ ഓഫ് സ്കൈൻ്റെ ഐലൻഡ് കാണാൻ പറ്റും ഈ ഒരു അറ്റത്ത് നിന്ന്. അപ്പോൾ ഏകദേശം നല്ലൊരു വ്യൂ പോയിൻ്റാണ്. നല്ല ദൂരെ ഒരു നല്ല മലനിരകളോടുകൂടി ഐൽ ഓഫ് സ്കൈൻ്റെ ഐലൻഡും പിന്നെ അതാ നല്ല ആൾട്ടിറ്റ്യൂഡിലൊരു സ്ഥലമാണിത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ NC500 മൊത്തം ഇതേപോലത്തെ വ്യൂകളാണ്, ഫുള്ള് ഇതേപോലത്തെ വ്യൂകളാണ്. അടിപൊളിയാണ്. ഒന്ന് മറ്റതിനെക്കാട്ടിയും മെച്ചപ്പെടുന്ന രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കേക്ക് വ്യൂ പോയിൻ്റ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ ആപ്പിൾ ക്രോസ് എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ് ബനാല ബാ വ്യൂ പോയിൻ്റിൽ എത്തിയിരിക്കുകയാണ്. ഇത് അത്യാവശ്യം നല്ലൊരു ഗാർഡ് റോഡായിരുന്നു, അതായത് സിംഗിൾ ലൈൻ വിത്ത് പാസിംഗ് പോയിൻറ്റ്സ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡേഞ്ചറസ് ഒരു ചെറിയ റിസ്ക് ഉള്ളൊരു വഴി തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞതാ ഞങ്ങളിതാ ഒരു അടിപൊളി വ്യൂ പോയിൻ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഭയങ്കരമായിട്ട് നല്ലൊരു ആൾട്ടിറ്റ്യൂഡിൽ റിവറും ലേക്കും ബാക്കിലുള്ള മൗണ്ടൻസൊക്കെ കാണാൻ പറ്റും. നല്ല അടിപൊളിയൊരു വ്യൂ പോയിൻ്റാണ്. ഹലോ ഗൈസ്, ഞങ്ങളിതാ തിരിച്ച് ഇൻവെർണസിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ NC500 ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. NC500 ട്രിപ്പ് ഇൻവെർണസിൽ സ്റ്റാർട്ട് ചെയ്ത് ഇൻവെർണസിൽ തന്നെ എൻഡ് ചെയ്യാൻ പറ്റും, കാരണം അതൊരു ക്ലോസ് ലൂപ്പാണ്. അതുകൊണ്ട് മിക്ക ആൾക്കാരും ഇൻവെർണസാണ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻ്റായിട്ട് NC500 ചൂസ് ചെയ്യാറ്. അപ്പോൾ NC500 പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു മസ്റ്റ് വിസിറ്റ് ട്രിപ്പ് തന്നെയാണ്. കാരണം UK വരുന്ന അല്ലെങ്കിൽ സ്കോട്ട്ലൻഡിൽ വരുന്ന ആൾക്കാർ, അവർക്ക് ഡ്രൈവ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അവർക്ക് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഏരിയാസ് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ, നല്ല സിനിക് ബ്യൂട്ടീസ് എൻജോയ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഒരു 3-4 ദിവസം ഉണ്ടെങ്കിൽ എന്ത് തന്നെയാലും വരേണ്ട ഒരു ട്രിപ്പ് തന്നെയാണ് NC500. എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 ദിവസം കൊണ്ട് എല്ലാ പോയിൻറ്റും, അതായത് ഈച്ച് ആൻഡ് എവറി പോയിൻറ്റ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് 3 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. പക്ഷേ എന്ത് തന്നെയാലും ഒരു മെയിൻ ഏരിയാസൊക്കെ നമ്മൾ കവർ ചെയ്തു. പിന്നെ NC500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഫുഡ് റിലേറ്റഡ്. ഇതൊരു റിമോട്ട് ഏരിയ ആണ്, അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഫുഡ് നമ്മൾ കരുതണം. നമ്മൾ Airbnb ബുക്ക് ചെയ്യുകയാണെങ്കിൽ കിച്ചണുള്ള Airbnb ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക, എന്നാൽ പിന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ KFC McD തന്നെ നമ്മൾ വളരെ റെയറായിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയ ആണിത്. പിന്നെ ഇത് കാരവാൻ ഹയർ ചെയ്തിട്ട് വരാൻ പറ്റിയൊരു ട്രിപ്പ് തന്നെയാണിത്. കാരണം കാരവാനാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും ഇഷ്ടം പോലെ കാരവാൻ പാർക്കിംഗ് ഏരിയാസ് ഉണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിൽ പാർക്ക് ചെയ്യാം, നമുക്ക് അവിടെ നിന്ന് കുക്ക് ചെയ്യാം, അവിടെ തന്നെ കിടന്നുറങ്ങാം. അതുകൊണ്ട് നമ്മൾ താമസം അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏത് തന്നെയാലും NC500 ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നൊരു അടിപൊളി ട്രിപ്പ് തന്നെയാണ്. പിന്നെ ആദ്യം ഞങ്ങൾ വരാൻ ഉദ്ദേശിച്ച കാറ് ബ്രേക്ക് ഡൗൺ ആയി. അപ്പം ഞങ്ങൾ തിരിച്ച് എഡിൻബറയിലേക്ക് പോയി ആ കാറ് ടൗ ചെയ്യുന്നവരൊക്കെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഒരു 8 മണിക്കൂർ ആദ്യത്തെ ദിവസം നമുക്ക് വേസ്റ്റായി. എന്നിട്ടും ഞങ്ങൾ ട്രിപ്പ് ഓൾമോസ്റ്റ് നല്ല എല്ലാ പ്ലേസസും ഞങ്ങൾ കവർ ചെയ്തു. അപ്പം ആദ്യത്തെ വണ്ടി കേടായെങ്കിലും എൻ്റെ സ്വന്തം വോക്സോൾ ആസ്ട്ര ഞങ്ങളെ ഈ ട്രിപ്പ് മുഴുവൻ കാണിക്കാനും തിരിച്ചത് ഇൻവെർണസിൽ NC500 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ വോക്സോൾ ആസ്ട്രയ്ക്ക് ഒരു പ്രത്യേക നന്ദി. അപ്പോൾ അങ്ങനെ എന്നാൽ പിന്നെ അടുത്തൊരു ട്രിപ്പോട് കൂടി കാണാം. അതുവരെ ഗുഡ് ബൈ.